അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. കോഴിപ്പള്ളി ഗവൺമെന്റ് LP സ്കൂളിന്റെ ഹൈടെക് സ്കൂൾ മന്ദിരം നാടിന് സമർപ്പിച്ചു. വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ് ഉദ്ഘാടനം നിർവഹിച്ചു. നിർമ്മാണം പൂർത്തീകരിച്ച കോഴിപ്പള്ളി ഗവൺമെന്റ് LP സ്കൂളിന്റെ ഹൈടെക് സ്കൂൾ മന്ദിരം നാടിന് സമർപ്പിച്ചു. 1,90,00,000 രൂപ ചിലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച സ്കൂൾ മന്ദിരത്തിന്റെ ഉദ്ഘാടനം വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ് നിർവഹിച്ചു. എല്ലാ വിദ്യാലയങ്ങളുടെയും നിലവാരം ഉയർത്താനായി ശ്രമിക്കുന്നു. ഗവൺമെന്റ് പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുത്തലാണ് പ്രധാന ഉത്തരവാദിത്വമായി കഴിഞ്ഞ ഗവൺമെന്റ് സന്ദർഭത്തിൽ നിശ്ചയിച്ചത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ നമ്മുടെ വിദ്യാലയങ്ങളെല്ലാം പുകച്ചായി മാറി ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. അതിവേഗം നമ്മുടെ നാട് മാറുന്നു. ആ മാറ്റത്തിനൊപ്പം അതിന് മുൻപിലും കോതമംഗലമുണ്ട് എന്നത് ഏറെ സന്തോഷകരമാണ്. ആന്റണി ജോൺ MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡീൻ കുര്യാക്കോസ് MP, പഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ, ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM സെയ്ദ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ ഷാജു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. ബസേലിയസ് പൗലോസ് സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബൈറ്റ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം. ശ്രേഷ്ഠ ബസേലിയസ് പൗലോസ് സെക്കൻഡ് പാവായുടെ നാമധേയത്തിലുള്ള കോളേജിൽ 2025-26 അധ്യയന വർഷത്തെ വിവിധ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college@gmail.com.